ദ്വാരക നശിക്കുമ്പോൾ ധ്യാനനിരതനായി ഭഗവാൻ കൃഷ്ണൻ വൃക്ഷത്തിലിരിക്കുമ്പോൾ വേടൻ അമ്പയച്ചു. അമ്പ് വന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ തള്ളവിരലിൽ പതിച്ച് അല്ലെങ്കിൽ കാലിൽ പതിച്ച് രക്തം വാർന്ന് അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണ്. ജരൻ ഓടി വന്നു, മാപ്പ് പറഞ്ഞു. ഞാനേതോ മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത് ചെയ്തത്, എന്നോട് മാപ്പ് തരണം എന്ന് പറഞ്ഞു. പണ്ട് ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ ആനയാന്ന് വിചാരിച്ചിട്ട് അമ്പയച്ചു മുനികുമാരൻ മരിച്ചു. ആ മുനികുമാരൻ്റെ ബോഡിയും കൊണ്ട് ദശരഥൻ ആ മുനിയുടെ അടുത്ത് ചെന്നു. അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ കുട്ടിയെ ദഹിപ്പിച്ച ശേഷം കൊട്ടാരത്തിൽ കൊണ്ട് പാർപ്പിച്ചോളാം, എൻ്റെ അച്ഛനും അമ്മയെ പോലെ പാർപ്പിച്ചോളാം. അവരോട് ഞങ്ങളോടൊന്ന് പോരത്തില്ല. ശരി, നിങ്ങൾക്ക് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ വന്ന് നിങ്ങളെ ശുശ്രൂഷിച്ചോളാം. വേണ്ട, അങ്ങേക്ക് മരണം വരെ ജീവിക്കാനുള്ള സ്വർണമോ സ്വത്തോ എന്ത് വേണേലും തരാം. മുനി പറഞ്ഞു, ഒക്കെയല്ല, നീ എന്നെ പോലെ സന്തതിയുടെ സുഖം അനുഭവിക്കാതെ പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ചു. സന്യാസിയാണ്. സന്യാസി എല്ലാവരോടും പൊറുക്കാനുള്ള ആളാണ്. പക്ഷെ ആ സന്യാസി ദശരഥനോട് പുറത്തില്ല. രാമായണത്തിൽ കഥ തിരിയുകയാണ്. ഇവിടെ അതുപോലെ അബദ്ധം പറ്റി ഒരു വേടൻ അമ്പയച്ച് ഭഗവാൻ കൃഷ്ണൻ മരണത്തിലേക്ക് അടുക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അവനെ വിളിച്ചു, ജരാ, നീ ഇഞ്ഞു വാ, നിന്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ, എനിക്കിത് സംഭവിക്കണമായിരുന്നു. എൻ്റെ ആഗ്രഹപ്രകാരമാണ് നീ അമ്പയച്ചത്. നീ പൂർവ്വജന്മത്തിൽ ഇന്നാരായിരുന്നു, ഈ ജന്മത്തിൽ ഒരു ശാപം കിട്ടി ജനിച്ചതാണ്. നിന്നെ ആ ശാപത്തിൽ ഞാൻ മോചിപ്പിക്കുന്നു. ജരാ, നീ എന്നോടുകൂടി ഇന്ന് പരമപദത്തിലേക്ക്